ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ യാത്ര നെല്ലിയാമ്പതിയിലേക്കാണ്. നെല്ലിയാമ്പതിയിലെ സീതാർകുണ്ട് വ്യൂ പോയിൻ്റാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് നെല്ലിയാമ്പതി. ഒരുപാട് ആളുകൾ ബൈക്കിലും കാറിലുമായിട്ട് ഈ വഴിയിലൂടെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. പോകുന്ന വഴിയിൽ നമുക്ക് ഒരു വലിയൊരു വാട്ടർ റിസർവോയർ കാണാം. ഇതാണ് പോത്തുണ്ടി ഡാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പോത്തുണ്ടി ഡാമിൻ്റെ വ്യൂ പോയിന്റിലാണ്. ഇത് നെല്ലിയാമ്പതി മലയുടെ അടിവാരമാണ്. ധാരാളം മലകളാൽ ചുറ്റപ്പെട്ട വലിയൊരു ജലാശയം തന്നെയാണ് പോത്തുണ്ടി ഡാം. ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിലും അതുപോലെ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അവിടെ നിന്ന് നമ്മൾ വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്ന വഴി മൊത്തം കോടയാണ്. ഇപ്പോൾ സമയം രാവിലെ ഒരു 8:30 ആയിട്ടുണ്ട്. എതിരെ നിന്നൊരു വണ്ടി വന്നാൽ തന്നെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോടയാണ്. ഇപ്പം നമ്മൾ കുറച്ച് ദൂരം സഞ്ചരിച്ചു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പോത്തുണ്ടി ഡാം ചെറുതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. വലിയ വലിയ കുന്നുകളും പാറകളും ഈ ഒരു യാത്രയിലെ പ്രധാന ആകർഷണമാണ്. പോകുന്ന വഴിയിൽ നമുക്ക് ചെറുതായിട്ട് ഒരു മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ മഴയും ഈ കോടയൊക്കെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു ഈ യാത്രയ്ക്ക്. പോകുന്ന വഴിയിൽ പലയിടങ്ങളിലായിട്ട് ആളുകൾ വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കാണാം. ഇവിടെ തന്നെ ഈ ഒരു ഇല പൊഴിഞ്ഞ ഒരു മരം കാണാൻ തന്നെ ഒരുപാട് ആളുകൾ വണ്ടി നിർത്തി കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഈ ഒരു കോടയും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ഇപ്പം നമ്മൾ എത്രത്തോളം മുകളിൽ കയറി വന്നെന്നുള്ളത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ആ ഡാം നോക്കിയാൽ മതി. നമ്മൾ അത്രയധികം മേലേക്ക് പോയി. ഇപ്പം ഏകദേശം നെല്ലിയാമ്പതി ആവാറായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞാൻ വീണ്ടും വണ്ടിയെടുത്ത് കുറച്ച് ദൂരം നീങ്ങിയപ്പോൾ ശക്തമായ കോടയാണ്. അതുകൊണ്ട് നമുക്ക് എതിരെ നിന്നൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോട വന്നപ്പോൾ ഞാൻ വണ്ടി ഒന്ന് നിർത്തി. അപ്പോൾ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യാണ്. ഇനി ഇവിടെ നിന്ന് ഈ കോട മാറിയിട്ട് വീണ്ടും മൂവ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ റോഡിലൂടെ നമ്മൾ എവിടെ നോക്കിയാലും ചുറ്റും പച്ചപ്പാണ്. പച്ചപ്പും കുന്നുകളും താഴ്വരകളൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനും എൻ്റെ വണ്ടി നിർത്തി കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ, ചെറുപ്പക്കാർ ഒരുപാട് പേര് അവിടെ വണ്ടിയൊക്കെ നിർത്തി ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അതായത് വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് റോഡിലൊക്കെ നിന്ന് ഡാൻസ് കളിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ കുറച്ച് കോടയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും വണ്ടിയെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നെല്ലിയാമ്പതി ആയിട്ടുണ്ട്. നെല്ലിയാമ്പതി ഓറഞ്ച് ഫാമിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെ 2-3 കടകളൊക്കെ ഉണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് സീതാർകുണ്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ രാവിലത്തെ ഫുഡടി കഴിഞ്ഞു. രാവിലെ ഒരു മസാല ദോശയും ചായയും കഴിച്ചു. ഇത് ഞാൻ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റിൻ്റെ പിറകുവശമാണ്. പിറകുവശത്തായിട്ടൊരു തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു. വീണ്ടും അവിടെ നിന്ന് യാത്ര തുടർന്നു. പോകുന്ന വഴിയിൽ
നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ കണ്ടു. അപ്പോൾ വണ്ടി അവിടെ നിർത്തി. നെല്ലിയാമ്പതി സെൻറ്ററിൽ നമുക്ക് ഒരുപാട് ജീപ്പുകൾ കിടക്കുന്നത് കാണാം. ഇതെല്ലാം നമുക്ക് ഇവിടെ വന്നിട്ട് ട്രക്കിങ്ങിനൊക്കെ ഈ വാടകയ്ക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ സീതാർകുണ്ടിലേക്കും ഒരുപാട് ആളുകൾ അവിടെ നിന്ന് ജീപ്പൊക്കെ വിളിച്ച് വരുന്നത് കാണാം. കൂടാതെ നെന്മാറയിൽ നിന്നും നെല്ലിയാമ്പതിയിലേക്കും സീതാർകുണ്ടിലേക്കൊക്കെ KSRTCകൾ സർവീസ് നടത്തും. ഇപ്പോൾ നമ്മൾ സീതാർകുണ്ട് എസ്റ്റേറ്റിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ വണ്ടി നിർത്തി നമ്മുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ വണ്ടിയുടെ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ട് വേണം മേലേക്ക് കയറി പോകാനായിട്ട്. ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്യുന്നതിന് 10 രൂപയാണ് ചാർജ്. ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സ്റ്റാളാണ്. അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും കുടിക്കാനോ അതല്ലാന്നുണ്ടെങ്കിൽ ഐസ്ക്രീം കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു സ്റ്റാളിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് നടക്കാണ്. ഫൈനലി നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഈ കാണുന്നതാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റ്. പ്രകൃതി ഭംഗി കൊണ്ടും ഐതിഹ്യങ്ങൾ കൊണ്ടും വിനോദസഞ്ചാരികളെ ഒരുപാട് ആകർഷിക്കുന്ന ഒരു പ്ലേസാണ് സീതാർകുണ്ട്. വനവാസകാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും ഇവിടെ താമസിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. സീതാദേവി ഇവിടെയുള്ള ഒരു നീരുറവയിൽ നിന്ന് വെള്ളം കുടിച്ചിരുന്നു എന്ന വിശ്വാസത്തിൽ നിന്നാണ് ഈ സ്ഥലത്തിന് സീതാർകുണ്ട് എന്ന പേര് ലഭിച്ചത്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ കൊല്ലങ്കോട് ഗ്രാമത്തിന്റെ പച്ചപ്പ് നിറഞ്ഞ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്.